ഹലോ ഗൈസ്, സൈബീരിയൻ ഹസ്കീനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ലോകത്തെ ഏറ്റവും പഴയ ഡോഗ് ബ്രീഡുകളിൽ ഒരെണ്ണമാണ് സൈബീരിയൻ ഹസ്കി. ലോകത്തെ ഏറ്റവും പഴയ 4ാമത്തെ ബ്രീഡായിട്ടാണ് സൈബീരിയൻ ഹസ്കീനെ കണക്കാക്കുന്നത്. നോർത്തേൺ സൈബീരിയയിലുള്ള ട്രൈബൽസാണ് ഈ ബ്രീഡിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. സ്പിറ്റ്സ് വിഭാഗത്തിൽ തന്നെയുള്ള അലാസ്കൻ മാൽമ്യൂട്ടിനേക്കാളും ചെറുതാണ് സൈബീരിയൻ ഹസ്കി. ചെന്നായ്ക്കളുമായി വളരെയധികം രൂപസാദൃശ്യമുള്ളത് കൊണ്ട് ഇത് വോൾഫ് ഡോഗ് എന്ന പേരിലും അറിയപ്പെടുന്നു. 12 മുതൽ 15 വയസ്സ് വരെയാണ് ഇതിൻ്റെ ശരാശരി ആയുസ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് മെയിൽസ് 20 മുതൽ 27 കിലോ വരെയും ഫീമെയിൽസ് 18 മുതൽ 23 കിലോ വരെയുമാണ്. ഇതിൻ്റെ ഹൈറ്റ് മെയിൽസ് 54 മുതൽ 60 സെൻറ്റിമീറ്റർ വരെയും ഫീമെയിൽസ് 50 മുതൽ 56 സെൻറ്റിമീറ്റർ വരെയുമാണ്. ഇതിൻ്റെ ലിറ്റർ സൈസ് എന്ന് പറയുന്നത് 4 മുതൽ 8 പപ്പീസാണ്. പല നിറങ്ങളിലുള്ള കണ്ണുകളാണ് സൈബീരിയൻ ഹസ്കിയുടെ മറ്റൊരു പ്രത്യേകത. ഓഡ് ഐസ് എന്നാണ് ഇതിനെ പറയുന്നത്. വളരെയധികം വ്യത്യസ്തമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു ഡോഗാണ് സൈബീരിയൻ ഹസ്കി. മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ ഹൗളിംഗ് ഒരു 15 കിലോമീറ്റർ വരെ കേൾക്കാനായിട്ട് സാധിക്കും. ഈ ബ്രീഡിനെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സ്ലഡ്ജ് പുള്ളിങ്ങിന് വേണ്ടിയിട്ടാണ്. എത്ര വലിയ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള കഴിവും ദൂരയാത്രയ്ക്കുള്ള സ്റ്റാമിനയും ഉള്ളതുകൊണ്ടാണ് ഈ ബ്രീഡിനെ സ്ലഡ്ജ് ഡോഗ്സായിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം. ലോകത്തെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഡോഗ് ബ്രീഡുകളിൽ ഒരെണ്ണമാണ് സൈബീരിയൻ ഹസ്കി. ഒരുപാട് നിറങ്ങളിൽ ഈ ബ്രീഡിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സിംഗിൾ കളറും ഡബിൾ കളറും ഒക്കെ ആയിട്ട് കാണാം. അതുപോലെ തന്നെ മാർക്കിംഗ് ഒക്കെ ഈ ബ്രീഡിൽ ധാരാളമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള എനർജറ്റിക് ഡോഗാണ് സൈബീരിയൻ ഹസ്കി. റെഗുലറായിട്ട് ഈ ബ്രീഡിന് എക്സസൈസ് വേണ്ടി വരും. ഭക്ഷണം അധികം ധാരാളമായിട്ട് ആവശ്യമില്ല സൈബീരിയൻ ഹസ്കിക്ക്. ഇതിന് വന്നിട്ടുള്ളത് ഒരു മീഡിയം കോട്ടാണ്. അത് ധാരാളമായിട്ട് ഷെഡ് ചെയ്യും. ആദ്യകാലങ്ങളിൽ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചിരുന്ന സൈബീരിയൻ ഹസ്കികൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് സ്കിൻ ഇഷ്യൂസും ഹെൽത്ത് പ്രോബ്ലംസും അതുപോലെ തന്നെ ധാരാളം ഷെഡ് ചെയ്യുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. എന്നാൽ പിന്നീട് ഇവിടെ ധാരാളം ഹസ്കികൾ ബ്രീഡാവുകയും അവ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാവുകയും ചെയ്തു. നമ്മുടെ നാട്ടിലിപ്പോൾ വളരെയധികം ആവശ്യക്കാരുള്ള ഒരു ബ്രീഡാണ് സൈബീരിയൻ ഹസ്കി. ഇപ്പോൾ കേരളത്തിലെ കാലാവസ്ഥയിൽ വളരാനും സൈബീരിയൻ ഹസ്കിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് സൈബീരിയൻ ഹസ്കിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഈ ബ്രീഡിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രീഡ് കുറവാണ്. മാത്രമല്ല, ഇത് ഹൗളിങ് വളരെ കൂടുതലാണ്. ഇത് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. പിന്നെ സ്കിൻ ഇഷ്യൂസും അതുപോലെ തന്നെ ഷെഡിങ്ങും ഒക്കെയാണ് വരാറുള്ളത്. പ്രോപ്പറായിട്ട് ഗ്രൂം ചെയ്തില്ലെങ്കിൽ കോട്ടിൽ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ മാത്രമല്ല, ഈ ബ്രീഡ് നമ്മുടെ കോമ്പൗണ്ട് ഏരിയ വിട്ട് പോയി കഴിഞ്ഞാൽ കുറേ ദൂരത്ത് നിന്നൊക്കെയാണ് പിന്നെ കിട്ടാറ്. കാരണം ഇത് അത്ര അധികം സ്റ്റാമിന ഉള്ളത് കാരണം നമ്മുടെ ഏരിയ വിട്ട് പോയി കഴിഞ്ഞാൽ ഇത് കുറേ ദൂരത്തേക്ക് ഓടിപ്പോവും. അങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സൈബീരിയൻ ഹസ്കിക്ക് വരുന്ന പ്രശ്നങ്ങൾ. ഇത്ര തണുത്ത കാലാവസ്ഥയും പ്രതിരോധിക്കാൻ കഴിയുന്ന സൈബീരിയൻ ഹസ്കി ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയിലും നന്നായിട്ട് തന്നെ വളരുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് സൈബീരിയൻ ഹസ്കീനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഒരു മീഡിയം സൈസ്ഡ് വർക്കിംഗ് ഡോഗാണ് സൈബീരിയൻ ഹസ്കി. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവരും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഡോഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും.